ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് മട്ടൻ വെച്ചിട്ടുള്ള നല്ല അടിപൊളി കബാബാണ്. വളരെ പെട്ടെന്ന് നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കബാബാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം. അപ്പോൾ കബാബ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് മിഞ്ചാക്കി എടുത്ത മട്ടനാണ്. അപ്പോൾ ഇത് ഫുഡ് പ്രോസസ്സറിലിട്ടിട്ട് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കുക. ഫുഡ് പ്രോസസ്സർ ഇല്ലാത്ത ആൾ മിക്സിയിലിട്ടൊന്ന് അരച്ചെടുത്താലും മതി. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് പാഴ്സ്ലി ലീഫാണ്. അതും കൂടി ഞാൻ മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ചില്ലി ഫ്ലേക്സാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഏകദേശം 1 സ്പൂണോളം ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ഞാൻ ഓണിയൻ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓണിയൻ പൗഡർ ഇല്ലാത്ത ആൾക്കാർ ഒരു വലിയ ഓണിയൻ തന്നെ ഇതുപോലെ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തിട്ട് അതിൻ്റെ ജ്യൂസ് കളഞ്ഞിട്ട് വേണം ഇതിലേക്ക് ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഗാർലിക് പൗഡറാണ്. അതും അങ്ങനെ ഗാർലിക് പൗഡർ ഇല്ലെങ്കിൽ ചോപ്പ് ചെയ്ത ഗാർലിക് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കബാബിൻ്റെ മസാലയാണ്. അപ്പോൾ കബാബിൻ്റെ മസാല ഇല്ലാത്തവർ ഗരം മസാല ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതൊക്കെ ചേർത്തതിന് ശേഷം ഇതിലേക്ക് ഏകദേശം ഒരു 1.5 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കണം. ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്താൽ കബാബ് നല്ല ഫ്ലഫി ആയിട്ട് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പൊമോഗ്രാനൈറ്റ് മൊളാസാണ്. അത് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക, ഇല്ലാത്തവർക്ക് ചെറുനാരങ്ങ യൂസ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ഇട്ട് കുഴക്കുന്ന ടൈമിലാണ് എനിക്ക് ജീരകവും വലിയ ജീരകവും ചെറിയ ജീരകവും മല്ലിയും കൂടി വറുത്ത് പൊടിച്ച പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. അത് മറന്നു പോയത്. അപ്പോൾ അത് ഓർമ്മ വന്ന് അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഞാൻ നല്ലോണം കൈവച്ചന്നെ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം 1 സ്പൂണോളം വലിയ ജീരകവും ചെറിയ ജീരകവും മല്ലിയും കൂടി വറുത്ത് പൊടിച്ചിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ നല്ലോണം ഒന്ന് കുഴച്ചെടുത്ത് മസാലയൊക്കെ എല്ലായിടത്തും എത്തുന്ന വിധത്തിൽ കൈവച്ച് തന്നെ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക. എന്നിട്ട് ഏകദേശം 1 അവറോളം ഇത് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. പിന്നെ ഇതിലേക്ക് 2 സ്പൂൺ നെയ്യും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് ഇഷ്ടമില്ലവർക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുക. ബട്ടർ ആണെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കുക. ഒലീവ് ഓയിലാണെങ്കിൽ ഒലീവ് ഓയിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതൊക്കെ ചേർത്തിട്ട് ഏകദേശം 1 അവറോളം തന്നെ ഒന്ന് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അതിന് ശേഷമാണ് കബാബ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഏകദേശം 1 അവറൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ കബാബ് ഉണ്ടാക്കലാണ്. അപ്പോൾ അതിനായിട്ട് ഇവിടെ ഞാനിത് ഇതുപോലെയുള്ളൊരു സ്ക്യൂവറിലേക്ക് കബാബിൻ്റെ ഷേപ്പാക്കി ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള സ്ക്യൂവർ ഇല്ലാത്ത ആൾക്കാർ നീളമില്ല എന്തെങ്കിലും കത്തിയോ അല്ലെങ്കിൽ ഇറുക്കിലോ വെച്ചിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം. പിന്നെ ഇത് നമ്മൾ കബാബിൻ്റെ ആ ഷേപ്പാക്കി എടുക്കുമ്പം ഇത് മീറ്റ് നല്ല ഫ്രഷ് മീറ്റ് ആയതുകൊണ്ട് കയ്യിലേക്ക് ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ആ സമയത്ത് കയ്യിലേക്ക് കുറച്ച് വെള്ളമാക്കിയിട്ട് അല്ലെങ്കിൽ എണ്ണയാക്കിയിട്ടോ നമുക്കിത് നല്ലോണം ഒന്ന് കബാബിൻ്റെ ആ ഷേപ്പ് പോലെ പിടിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ ചെയ്തെടുത്താൽ ഇനിയിപ്പോൾ ഇതിനെ ഞാൻ ഫ്രൈ പാനിൽ തന്നെ ഇട്ടിട്ട് ഒലീവ് ഓയിൽ പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ചെയ്തിട്ട് ഗ്രില്ല് ചെയ്ത് കഴിക്കാനാണ് ഇഷ്ടമെങ്കിൽ ഓവനിലേക്ക് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കബാബ് റെസിപ്പിയാണ്. പിന്നെ ഇത് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഫ്രീസറിൽ സൂക്ഷിച്ച് വെച്ചാൽ പെട്ടെന്നൊക്കെ ഒരു സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കുമ്പം കബാബൊക്കെ ഉള്ളിൽ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ഹെൽത്തി ആയിട്ടുള്ള സാൻഡ്വിച്ചൊക്കെ നമുക്ക് ഈ കബാബ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇനിയിപ്പോൾ ഇത് ഞാൻ പൊരിച്ചെടുക്കുന്നത് ഒരുപാട് ഓയിൽ ഒഴിച്ചിട്ടൊന്നുമല്ല, കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് മിൻസ് ചെയ്ത ബീഫ് ആയതുകൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് കുക്കായിട്ട് കിട്ടും. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് കുക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കബാബ് റെഡിയായി. അപ്പോൾ ഇത് ഞാൻ കഴിക്കുന്നത് ചപ്പാത്തിയിൽ റാപ്പ് ചെയ്തിട്ട് കഴിക്കുകയാണ് ചെയ്യുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ കഴിക്കുമ്പം. അപ്പോൾ ഇതുപോലെ റാപ്പ് ചെയ്തിട്ട് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കുന്ന ലഞ്ച് ബോക്സിലൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എപ്പോഴും പറയും പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് വേണം ചാനലിൻ്റെ ഗ്രോക്ക്. അപ്പം ഇതുപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും. ബൈ.